ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ അടുക്കള കയറി കുറച്ച് നേരം നന്ദം വിട്ട് നിന്നതിന് ശേഷം ചായക്കുള്ള വെള്ളമൊക്കെ വെക്കുന്നത്. രാവിലെ എന്തെങ്കിലുമൊക്കെ ഒരു പാത്രം എടുത്തുകൊണ്ട് വെക്കും. എന്നിട്ട് ഇത് എന്തിനെടുത്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറേ നേരം അന്തം വിട്ടുകൊണ്ട് നിന്നെങ്കിൽ മോനക്ക് മദ്രസ് പോകാനുള്ള നേരം വൈകും. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ വെച്ച് ദോശയൊക്കെ ഇതാ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. രാവിലെ അടുക്കള കയറിയ പാടെ ഒരു ഇതേക്കും തപ്പിപ്പിടുത്തം, എന്ത് എടുക്കണം എങ്ങനെ എടുക്കണം എന്നൊരു ഇതേക്കും. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റത്തെ ദിവസം കേട്ടോ എക്സാമിൻ്റെ. പിന്നെ ഞാൻ ചായയൊക്കെ ആയപ്പോൾ മോനക്ക് വേഗം ചായയൊക്കെ കൊടുത്തു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് മദ്രസക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കിക്കുന്നുണ്ട്. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിക്കില്ല. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഓൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്തു കേട്ടോ. എപ്പോഴാണ് കറണ്ട് പോകാമെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് പോയി നോക്കുമ്പോൾ അന്ന് അധികം തണുപ്പൊന്നുമില്ല കേട്ടോ, മഞ്ഞൊന്നും അധികം കാണുന്നില്ല. പിന്നെ ഇവിടെ ഒരാൾ ഇതാ തെറ്റിക്കിടക്കുക കേട്ടോ. ഇവിടെ എടുക്കാത്തതുകൊണ്ടാണ് തെറ്റിക്കിടക്കുന്നത്. പിന്നെ സ്വഭാവമൊക്കെ നേരാക്കി ഞാൻ വേഗം മൂക്കുള്ള ബ്രഷൊക്കെ എടുത്തെടുത്തു പല്ലേക്കാൻ. പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കൊടുത്തു. പിന്നെ ഓൻ പോയിട്ടോ. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഓൻ പോയിട്ടാണ് ഞാൻ ചായയൊക്കെ കുടിച്ച്. പിന്നെ ഒരു 9 മണി വരെ ഞാൻ മോളെ കൂടി ഇരുന്നു കേട്ടോ. പിന്നെ ഒരു 9:30 ആയപ്പോൾ ഞാൻ മോളെ അംഗൻവാടി കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മാറ്റിയൊക്കെ കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് സൺസ്ക്രീനൊക്കെ ഇടുക കേട്ടോ. അതോ നല്ല വെയിലാണ്, തിരിച്ച് വരുമ്പോൾ കത്തി കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിലായിട്ട് അങ്ങ് പോകേണ്ടി അംഗൻവാടിക്ക്. ഒരു വയലാണിത്. ഇവിടുന്ന് അങ്ങ് കുറച്ചങ്ങ് പോയാൽ എത്തും. പിന്നെ ഓളെ കൊണ്ടാക്കി തിരിച്ചു വന്നിട്ടോ. ബാക്കി എല്ലാ പണിയും ഞാൻ ചെയ്തത്. ബെഡ് വരെ നേരാക്കാതിന് ഞാൻ പോയിണ്ടാവും. പിന്നെ തിരിച്ചു വന്ന് അടിച്ചു വാരി ഇതിൻ്റെ ഇടയ്ക്ക് തുടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഏറ്റവും ടാസ്ക് പിടിച്ച പണി ഇതാട്ടോ. ഓള് വരുന്ന വരെ ഉണ്ടാവുള്ളൂ ഈ കൊട്ടലി സാധനങ്ങളൊക്കെ. തിരിച്ചു വന്നത് അങ്ങനെ അങ്ങോട്ട് മറിച്ചിടും. പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെക്കേണ്ടി വരും. അങ്ങനെ അടിച്ച് വാരിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പോയി ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടോ. ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേന് പാത്രങ്ങളൊക്കെ കഴുകണം. എനിക്ക് ഏറ്റവും ടാസ്ക് പിടിച്ച പണി കേട്ടോ ഈ പാത്രം കഴുകലും അതേപോലെ അലക്കലും. ഇത് രണ്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പകുതി പണി കഴിഞ്ഞ പോലെയാണ്. രാവിലത്തെ എല്ലാ പാത്രങ്ങളുണ്ട്. ഒന്നും കഴിയാതെ ഞാൻ മോളെ അംഗൻവാടി കൊണ്ടാക്കി. തിരിച്ച് വന്നിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ അപ്പോഴത്തേനും ചോറിനുള്ള വെള്ളമൊക്കെ ചൂടായപ്പോൾ ഞാൻ വേഗം പോയിട്ട് അരിയൊക്കെ കഴുകി. അടുക്കളത്തെ ക്ലീനിങ്ങിൻ്റെ പകുതി പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളൊക്കെ തുടച്ചിട്ടുണ്ട്. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് നേരം ഒന്ന് പുറത്ത് പോയി നിന്നു കേട്ടോ. ഇതിൽ കിളിയൊന്നുമില്ല കേട്ടോ. അഥവാ ഏതെങ്കിലും കിളികൾ വരികയാണെങ്കിൽ കയറിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ അടുക്ക അലക്കാനുള്ളതൊക്കെ ഞാൻ അലക്കി. പിന്നെ ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ചോറ് ഞാൻ ഓൾറെഡി ഇപ്പോൾ വെച്ച്. ഇത് ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ശരിക്കും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഇതൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്, ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല എന്നാലോചിക്കണേ. ഈ വീഡിയോ എടുക്കുന്ന ദിവസം എല്ലാ പണിയും എൻ്റെ ലേറ്റായിട്ടാണ് കഴിയുക. അപ്പോഴത്തേനും പിന്നെ മോളെ കൊണ്ടുവരാനും ആവും. ഫോണൊന്ന് അങ്ങോട്ട് വെച്ച് ഒന്ന് ഇങ്ങോട്ട് വെച്ച്. അപ്പോൾ കറിയൊക്കെ റെഡിയായി. പിന്നെ ഉച്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ചോറൊക്കെ തിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് അവിടെ കിടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോളെ കൊണ്ടുവരാനാവും. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടോ. മോളെ കൊണ്ടുവരാൻ വേണ്ടി ഞാനും മോനും കൂടി പോവുകയാണ്. മോനക്ക് ഉച്ച വരെയുള്ള എക്സാം. അത് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അവളെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അധികം വെയിലൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവളെ കൂട്ടി തിരിച്ച് പുരേ പോവാം കേട്ടോ. കൊണ്ടാക്കുമ്പോൾ ഭയങ്കര കരച്ചിലേക്കും. തിരിച്ച് വരുമ്പോൾ ആ പ്രശ്നമേ ഉണ്ടാവില്ല. പിന്നെ ഒരു 4 മണി ആയപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടോ. ചെറിയൊരു വീഡിയോ കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ ചെയ്യാത്തവരാണെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.